വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. നിന്റെ കയ്യിലുള്ള മാപ്പിൽ പകുതി വിവരങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നീ തന്നെ കണ്ടെത്തണം. പുറപ്പെട്ടു. പക്ഷെ പോകേണ്ട വഴിയെക്കുറിച്ച് അവൻ അറിയില്ലായിരുന്നു. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും അറിവില്ല. അതിന്റെ അമാനുഷിക ചരിത്രത്തെ പറ്റിയും അവൻ അറിയില്ലായിരുന്നു. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചുകൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ? ഇവിടെ ആടുകളുടെ ഇടയിൽ കടുവ തന്നെയാണ്. പക്ഷേ ആ കൊടുങ്കാട്ടിൽ അവൻ വെറുമൊരു മുയൽ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാ. ഞാൻ പോവൂല. അവൻ നിക്കില്ല, കീഴടങ്ങുകയും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നു ഞാൻ दुआ है उसके सर पे. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? അവനേതോ കാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് നിങ്ങൾ പോവരുത്. പടച്ചവനാണ്. നീ മര്യാദയോടെ നിൽക്കുമോ? ആ കാടിന് തീ പിടിക്കും. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളി കത്തിക്കൊണ്ടിരിക്കും. ധഗ 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 ധഗ. ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. ഒരിക്കലൊരു പബ്ബിൽ ഒരു ആക്രമണം ഉണ്ടായി. ഏതാണ്ട് ഒരു 20ഓളം പേര് തോക്കുമായി വന്നിട്ട് ഒരുപാട് ആളുകളുണ്ടല്ലോ, പിന്നെ എന്തിനാ അവനെ അറ്റാക്ക് ചെയ്തത്? റോങ്. ആ 20 പേരും അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല. ആ 20 പേരെയും അറ്റാക്ക് ചെയ്യാൻ അവനാണ് വന്നത്. ശരിക്കും അലർട്ടായിരിക്കണം. അവൻ ഡയറക്റ്റായി ഫീൽഡിൽ വന്നവനാ, ഒറ്റയ്ക്ക്. അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്റർ ആണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ആനന്ദ്, പിന്നെയും ഞാൻ മുന്നോട്ട് പോയോ? നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. പക്ഷെ നിങ്ങളുടെ ഹീറോ ഒന്നും ചെയ്തില്ല. ടു മച്ച് റിസ്ക് ടു ടേക്ക്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവന് രക്ഷിച്ചുകൂടായിരുന്നോ? എന്താ അത് ചെയ്യാതിരുന്നത്? ഒന്നും ചെയ്യാനാകില്ല. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനുമാവില്ല. അതിനൊരു തീപ്പൊരി വേണം. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. അന്ന് കാട്ടുതീ പടർന്നു. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ്വതം. അവൻ അയാളെ കൊന്നു. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറയും. അവൻ അയാളെ കൊന്നു. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ബോംബെ നഗരത്തെ ഒരു ലോലിപോപ്പ് പോലെ കൊടുക്കാമെന്ന് ആൻഡ്രൂസ് പറഞ്ഞപ്പോ സമുദ്രം പോലും വെറും ഒരു കിണറായി തോന്നി. സമുദ്രം ഇനി എവിടെയൊക്കെ ഉണ്ടെന്ന് അവൻ അന്വേഷിച്ചു പോയി. മല്ലയെ കണ്ടപ്പോ ദാമുയെ മനസ്സിലായി. Here is a man who comes from that powerful place. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. CNF-നെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാമു എല്ലാവരുടെയും മുന്നിൽ വെച്ച് മല്ലയെ കൊന്നിട്ട് കണ്ടുനിന്നവരുടെ ഒക്കെ മനസ്സിൽ ധൈര്യം നിറച്ച് അവരെയെല്ലാം സൈനികരാക്കി മാറ്റിയത്. 20,000 പേർ നെഞ്ചിൽ ധൈര്യം നിറച്ചുകൊണ്ട് ദാമുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യം 1000 പേർക്ക് ധൈര്യം പകർന്നാൽ
ഈ ലോകം നീ കീഴടക്കും.